വീടിന്റെ മുകളിൽ കയറിയിട്ട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ മണിക്കൂറുകളോളം പുറത്ത് നിർത്തിയ മുതലിനെട്ടോ ഈ കാണുന്നത്. ഇതുപോലെ നമ്മുടെ വീടുകളിലും പാമ്പുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഓടിട്ട വീടുകളിലും ആസ്പെറ്റോസ് പോലെയുള്ള ഷീറ്റുകൾ ഇട്ട വീടുകളിലും. എന്തൊക്കെ കാര്യങ്ങളാണ് പാമ്പുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കുറച്ച് താഴത്തേക്ക് അത് മാറിക്കളാ. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ സീക്കൂസ്റ്റക്ക് എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. വീടും പരിസരവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വീടിനോട് ചേർന്ന് വെക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. ടൈൽസിൻ്റെ പീസ് ഉണ്ടെങ്കിലും അതുപോലെ നമ്മൾ ഓടുകൾ വിറകുകളൊക്കെ നമ്മൾ വീടിന് ചാരിയിട്ടായിരിക്കും വെക്കുന്നത്. അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. സ്ഥലങ്ങളുള്ളവർ മാക്സിമം വീട്ടിൽ നിന്നും അകലം പാലിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക. വിറക് എടുക്കുമ്പോഴും അതുപോലെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴും ഒരു കമ്പ് ഉപയോഗിച്ച് തട്ടി നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക. അതുപോലെ വീടുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരക്കൊമ്പുകൾ, ചെടികൾ ഇതൊക്കെ വെട്ടി മാറ്റുക. കാരണം നമ്മുടെ സുരക്ഷയാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഓടിട്ട വീടുകളിലൊക്കെ വരുന്ന മൂലോട് വരുന്ന ഭാഗത്ത് എപ്പോഴും എലികളൊക്കെ ഈ കരിയില പോലെയുള്ള സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ തുണിക്കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിന് കൂടുണ്ടാക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ലീൻ ചെയ്ത് എലികൾക്ക് വന്ന് ഇരിക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വീടിനടുത്തോട്ട് പാമ്പുകൾ വരാതിരിക്കുക അല്ലെങ്കിൽ പാമ്പുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്.